ഇതിലെ വന്നവർ എന്ന പരമ്പരയുടെ 9ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു അതിഥിയുണ്ട്. മലയാള സിനിമാ രംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയ ശ്രീ മണിയൻ പിള്ള രാജു. നമസ്കാരം. നമസ്കാരം. 76-ൽ തമ്പിസാറിൻ്റെ മോഹിനിയാട്ടം എന്ന സിനിമയിലാണ് തുടക്കം. അതിൽ ശരിക്കും ഷൂട്ടിംഗ് തുടങ്ങി 75-ലാണ്, റിലീസായത് 1976. മനസ്സിലായി. അതിൽ ഒരേ ഒരു രംഗം, അതായത് ഒരു ജോലി തേടി നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ജോലി കിട്ടിയില്ലെങ്കിൽ റെയിൽ പാളത്തിൽ തലവെച്ച് എൻ്റെ ഫസ്റ്റ് ഡയലോഗ് അതാണ്. ഞാൻ കനകദുർഗ എടുത്ത് വെച്ചെന്ന് പറയുന്നതാണ്. ഞാൻ പീറ്റർ സാറിനെ പോയി കണ്ടു, ഇപ്പോൾ വേക്കൻസി ഇല്ല, പിന്നെ ആയിട്ടെ എന്ന് പറഞ്ഞു. ഇനിയും എനിക്കൊരു ജോലി കിട്ടിയെങ്കിൽ ഞാൻ വല്ല റെയിൽവേ പാളത്തിൽ തലവെച്ച് മരിക്കും. റിഹേഴ്സലാണ്. അപ്പം തമ്പി സാർ പറഞ്ഞു റെയിൽവേ പാളമല്ല, അവിടെ ബാസി സാറ് അത് തിരുവനന്തപുരം ഭാഷയാണ്, റെയിൽവേ. ഞാൻ റെയിൽവേ ട്രാക്കിൽ തലവെച്ച് മരിക്കരുത് എന്ന് പറഞ്ഞാൽ ഞാൻ അത് കറക്റ്റ് ചെയ്തു. അപ്പം ടേക്ക് എടുക്കുന്നു, ഷാർട്ട് ക്യാമറ, ആക്ഷൻ, ഫസ്റ്റ് ടേക്ക്. അന്ന് ഡയറക്റ്റ് റെക്കോർഡിംഗ് ഉണ്ട്. ഓക്കെ പറയും. അപ്പോൾ തിരിച്ച് വന്ന് കനകദുർഗ പറയുന്നൊരു ഷോട്ടുണ്ട്. ഇയാൾ ആത്മഹത്യ ചെയ്യേണ്ട, തൻ്റെ ജോലി റെഡി ആയിട്ടുണ്ട്, പീറ്റർ സാറിനെ പോയി കണ്ടാൽ മതി. ഇത്രയുള്ള എനിക്ക് ഷോട്ട്. ആ ഷോട്ടും ഓക്കെ. അത് എന്താണ് പേര്, ബാസി സാറ് ചോദിച്ചു. ഓക്കെ എന്ന് പറഞ്ഞാൽ പോയി. അപ്പോൾ അതിൽ കനകദുർഗ പീറ്റർ എന്ന് പറയുന്ന ആളിനെ ഫോൺ ചെയ്ത് പറയുന്നുണ്ട്, ഞാൻ ഒരു ചെറുപ്പക്കാരനെ അങ്ങോട്ട് അയക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ജോലി കൊടുക്കും. അതെ. അപ്പോൾ ചെറുപ്പക്കാരൻ മാത്രമാണ് പറയുന്നത്. അപ്പോൾ ആ കഥാപാത്രത്തിന് പ്രത്യേകിച്ച് പേരില്ല ആ റോളിൽ. അപ്പോൾ പേരില്ലാത്ത ഒരു കഥാപാത്രമായി മലയാള സിനിമ വന്നിട്ട് പിന്നെ കഥാപാത്രത്തിൻ്റെ പേരിൽ 50 വർഷം അറിയപ്പെടുന്ന ഒരു വ്യക്തി. അതൊക്കെ ഒരു ഭാഗ്യം. അപ്പം ഈ കഴിഞ്ഞ 40, അതായത് അടുത്ത മാസം ആകുമ്പോഴത്തേക്കും മണിയൻ പിള്ള അഥവാ മണിയൻ പിള്ള റിലീസായിട്ട് 45 വർഷം തന്നെയാണ് ഈ മെയ് 1 വരുമ്പോഴും. അതെ, ലോക തൊഴിലാളി ദിനത്തിന് റിലീസായത്. അപ്പം 45 വർഷം ഈ എല്ലാവരും മണിയൻ പിള്ള രാജു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ സ്കൂളിൽ പഠിച്ചവരോ ബന്ധുക്കളോ ആരെങ്കിലും ഇപ്പം സുധീർ കുമാർ എന്ന സുധീർ എന്ന് വിളിക്കാറുണ്ടോ? അല്ല, എനിക്ക് കുട്ടിക്കാലത്ത് അമ്പലത്തിൽ കൊണ്ടുപോയി പേരിടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലായിരുന്നു പേരിട്ടത്. രാജു എന്നായിരുന്നു എൻ്റെ പേര്. പക്ഷേ സ്കൂളിൽ ചേർക്കുമ്പോൾ രാജു എന്നുള്ളതിന് എന്തോ ഒരു ഓല തുമ്പോ കുറവുള്ളതുകൊണ്ട് അച്ഛൻ സുധീർ കുമാർ എന്നിട്ട്. അച്ഛനൊരു ദീർഘവിഷണം ഉണ്ടായിരിക്കണം, ലോക എല്ലാത്തിനും ഭയക്കുന്ന ഒരുത്തനായിട്ട് ഒരു ധൈര്യവാൻ എന്നുള്ള പേര് കിടക്കട്ടെ എന്ന് വെച്ച് സുധീർ കുമാർ എന്നിട്ടതായിരിക്കണം. അപ്പോൾ ഇപ്പോഴും സ്കൂളിൽ പഠിച്ചവരൊക്കെ സുധീർ എന്നാണ് വിളിക്കുന്നത്. ഏതെങ്കിലും ഒരു ആൾക്കൂട്ടത്തിൽ നിന്ന് സുധീർ എന്നൊരു വിളിയായിട്ടാണ് എനിക്ക് തോന്നുന്നു. അത് എൻ്റെ കൂടെ പഠിച്ച ആരോ ആണല്ലോ, ബാക്കിയെല്ലാം രാജു തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ മണിയാന്ന് വിളിക്കുന്ന അത്ര ഇഷ്ടമല്ല അല്ലേ? എനിക്കിഷ്ടമല്ല, ഇറിറ്റേഷൻ. കാര്യം മണിയൻ പിള്ള ഒരു കഥാപാത്രമാണ് ഞാൻ ചെയ്തത്. അതിനെ ലോപിച്ച് പെറ്റാക്കിയിട്ട് മണിയാന്ന് വിളിക്കുന്നില്ലേ, അത് തീരെ ഇഷ്ടമല്ല എനിക്ക്. എങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് രഞ്ജിത്ത് ഹോട്ടലിൽ താമസിക്കുമ്പോൾ അന്ന് മൊബൈലൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഫോൺ വരും, ഈ പറഞ്ഞ മാതിരി രാജുവിനൊന്ന് കൊടുക്കാമോ. അപ്പോൾ ഹോട്ടലിൽ ഏത് രാജു? അവിടെ നിൽക്കുന്ന ക്യാമറ അസിസ്റ്റൻറ്റ്, ഈ നടികളുടെ ചുവന്നുകൊണ്ട് കിടക്കുന്നില്ല, ടച്ചപ്പ് പയ്യന്മാർ രാജു, പ്രൊഡക്ഷൻ അസിസ്റ്റൻറ്റ് ജോയു, പ്രൊഡക്ഷൻ ഫുഡ്, ഇതിലേത് രാജു? നമ്മുടെ ആ മണിയൻപിള്ളയില്ലേ, മണിയൻപിള്ള രാജു. അങ്ങനെ പറഞ്ഞ് മണിയൻപിള്ള രാജു ആയതാണ്. ഈ മോഹിനിയാട്ടത്തിന് വരുന്നതിന് മുമ്പ് അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. 73 to 75. പക്ഷേ അവിടെ അഭിനയമായിരുന്നു. പക്ഷേ അഭിനയമാണെങ്കിലും ഡിപ്ലോമ ഇൻ ഫിലിം ടെക്നോളജി, DFT എന്നാണ് ഇത്. അതുകൊണ്ട് ഫിലിം ഓറിയൻറ്റേഷൻ എന്നൊരു പേപ്പറുണ്ട്, ബാക്കി എല്ലാ സബ്ജക്റ്റിനെ കുറിച്ചും കൂടെ ഒരു പേപ്പറുണ്ട്. വെറും ആക്ടിങ് മാത്രമല്ല പഠിപ്പിക്കുന്നത്, ആക്ടിങ്ങിൻ്റെ കൂടെ ഈ പറഞ്ഞ ഒരു മൈം, അത് ഇത് മറ്റത്. നീന്തലിനൊന്നും ഞാൻ പോയിട്ടേ ഇല്ല കേട്ടോ. കരയിലേയും ബുദ്ധിമുട്ടി ജീവിക്കും, ഇനി വെള്ളത്തിൽ കൂടെ അല്ല. പക്ഷേ ഈ പ്രിയദർശൻ്റെ ആദ്യകാല കുറേ സിനിമകളുണ്ടല്ലോ, ദീന്തരികടതും, ബോയിങ്, അരംപ്ലസ്തരം, പിന്നെ മറ്റേ നമ്മുടെ കുറേ കാലം കഴിഞ്ഞിട്ട് വന്ന പ്രിയൻ്റെ മിന്നാരം, ഇങ്ങനെയുള്ള ആ സിനിമകളിലൊക്കെ ഒരുപാട് പടങ്ങൾ. അപ്പോൾ ഈ അതുപോലെ തന്നെ ഹലോ മൈ ഡിയർ റോങ് നമ്പർ, അങ്ങനെയുള്ള കുറേ സിനിമകളിൽ വളരെ തന്മയത്വമായിട്ടുള്ള ഒരു നാച്ചുറൽ വേ ഓഫ് ആക്ടിംഗ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ അതൊരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു പഠനത്തിൽ നിന്ന് കിട്ടിയതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം വളരെ നാച്ചുറലായിട്ട് അഭിനയിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഒരിക്കലും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ പറഞ്ഞ് ഞാൻ തെക്കാരാണ് താമസിക്കുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് 100 മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളത് മ്യൂസിക് അക്കാഡമി. എന്നെ അവിടെ കൊണ്ട് 5 കൊല്ലമല്ലോ 20 കൊല്ലം പിടിച്ച് എന്നെ കൊണ്ട് പാടാൻ പറ്റില്ല, കാര്യം എന്നിൽ ആ സംഭവം ഇല്ല. അതുപോലെ തന്നെ ആക്ടിങ്ങിലൊരു ടാലൻ്റ് ഉള്ളവർ തന്നെ അവിടെ ടാലൻ്റ് അല്ലെങ്കിൽ അങ്ങനെ വലിയ താല്പര്യമുള്ളവർ തന്നെ പോളിഷ് ചെയ്യാനായിട്ട് ഇത് പറ്റും. ഇമ്പ്രവൈസേഷൻ പഠിപ്പിക്കുക എല്ലാം ഉണ്ട്. ഒരു അഭിനയവും ഒരു വാസന ഇല്ലാത്ത ഒരു കാര്യമില്ല. കാര്യം പഠിച്ചിറങ്ങുന്ന എല്ലാവരും അഭിനയിക്കുന്നില്ല. പിന്നെ കോളേജ് ഓഫ് ഫൈനാൻസ് കൊണ്ടുവന്ന് പെയിൻറ്റിങ്ങിന് ചേർത്ത് അങ്ങനെ ഇരിക്കും. അതൊക്കെ ജന്മന ഒരു ദൈവം തന്ന സിദ്ധികളൊക്കെ തന്നെയാണിത്. പക്ഷേ അത് മാത്രമല്ല, അക്കാലത്തിറങ്ങിയ ഈ ആദ്യകാലത്ത് ദീന്തരികടതോമിലാണല്ലോ ഒരു നായക വേഷത്തിലേക്ക് വരുന്നത് പ്രിയൻ്റെ പടങ്ങളുടെ കൂട്ടത്തിൽ. പക്ഷേ അതിനകത്ത് ചെറിയ വേഷങ്ങളാണെങ്കിലും അത് വളരെ വളരെ തന്മയത്വമായിട്ടുള്ള ഒരു ആക്ടിങ് ആയിരുന്നു ആ പടങ്ങളിലെല്ലാം. ഒരു പരിധിവരെ പറഞ്ഞാൽ ആ സമയത്തൊക്കെ ഞാനുമൊക്കെ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്.
90% പടങ്ങൾ തട്ടിക്കൂട്ട് പടങ്ങളൊക്കെ തന്നെയായിരുന്നു അല്ലേ? ലൊക്കേഷനിൽ വന്നിട്ട് സ്ക്രിപ്റ്റ് എഴുതുക അങ്ങനെയൊക്കെയുള്ള പടങ്ങളായിരുന്നു എല്ലാ പടങ്ങളും അങ്ങനെ. പക്ഷെ എന്നാൽ പോലും ഇന്നും കാണുമ്പോൾ ഒരു പുതുമ നശിക്കാത്ത സിനിമകളായിരുന്നു അതല്ല ആ കാലത്തുള്ള. ചിലർ പറയും നിങ്ങളുടെയൊക്കെ പഴയ മനസ്സിന് വിഷമം വരുമ്പോൾ നിങ്ങളുടെയൊക്കെ പഴയ ബോയിങ് അരമ്പസാരമൊക്കെ ഇട്ട് കാണുമെന്ന് പറയുക. ഗണേശൻ്റെ അമ്മയൊക്കെ പറയും മനസ്സിന് വിഷമം വരുമ്പോൾ ഞാൻ ബോയിങ് ഇട്ട് കാണും. മറ്റേ കൂടെ അഭിനയിച്ച ജഗദീഷ് കുമാറും ഒരു പോതരവില്ലല്ലോ. അതെ, നല്ല രസമുള്ള കഥാപാത്രമല്ലേ. അല്ല, ആക്ച്വലി ബോയിങ് എന്നുള്ളൊരു ജെറി ഉലുയും ടോണി ക്രിറ്റസും കൂടെ അഭിനയിച്ച ബോയിങ് എന്നുള്ളൊരു ഇംഗ്ലീഷ് പടമാണ്. ആ പടം കണ്ടാൽ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് ചിരിക്കാനും പറ്റില്ല, ഒന്നുമില്ല. പക്ഷേ അതിനെ എടുത്ത് മലയാളീകരിച്ച് ഇങ്ങനെ ആക്കിയതിൻ്റെ ഒരു ക്രെഡിറ്റ് അല്ല. അത് മാത്രമല്ല, പ്രിയൻ്റെ ഇപ്പോൾ ഈ പറഞ്ഞ ദീൻ തരികടതമാണെങ്കിലും ബാസു ചാറ്റർജിയുടെ ഒരു സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഓൺ ഫ്ലോർ ഓഫ് ദ കുക്കൂസ്, അത് താളവട്ടം ഒരിക്കലും മനോഹരമായ മലയാളമായിട്ട് മാറ്റി. അതിനകത്ത് ഒരു നെടുമുടി വേണുവിൻ്റെ ഉണ്ണിയുടെ ഒരു കഥാപാത്രമൊക്കെ വന്ന് നല്ല രസമായിരുന്നു. അങ്ങനെ അതൊരു പ്രിയൻ്റെ ഒരു കഴിവ് തന്നെയാണ്. ഈ ഇത്രയും വർഷത്തെ ഇതിൽ നമ്മുടെ മലയാള സിനിമയുടെ ഒരു തുടക്കകാലത്തുള്ള തിക്കുറിച്ചി സുകുമാരൻ നായർ മുതൽ ഇപ്പോൾ പ്രകാശ് വർമ്മ വരെയുള്ള എല്ലാ താരങ്ങളുടെ കൂടെയും, എല്ലാ തലമുറയിലെ താരങ്ങളുടെ കൂടെയും, അതുപോലെ തന്നെ ഈ ഹാസ്യ താരങ്ങളാണെങ്കിലും ബഹദൂർ, എസ് പി പിള്ള, മണവാളൻ ജോസഫ്, അങ്ങനെയുള്ള അടൂർ ബാസി, കുതിരോട്ടം പപ്പുവിടെ എല്ലാ താരങ്ങളും എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു മലയാളത്തിൽ ആൾമോസ്റ്റ് കൊമേഡിയൻസ് അതിനകത്തുണ്ട്. അല്ല, അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം ഇതുവരെ എനിക്ക് തോന്നുന്നില്ല മറ്റൊരു നടനും അത് ലഭിച്ചിട്ടുണ്ട്. നസീർ സാറുമായിട്ട് കുറേ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ അഭിനയിക്കാൻ പറ്റാതിരുന്ന ഞാൻ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് ലൈറ്റ് ഹൗസ് അല്ലേ? ലൈറ്റ് ഹൗസ് ആണ്. അതിൽ KPS ലളിതയുടെ സഹോദരനായിട്ട് ഈ ബാസി സാറിനെയും ബഹദൂറിനെയും കളിപ്പിക്കുന്നത് വരട്ടുന്നതാണ്. 18 കൊല കണ്ടിട്ടുള്ള കത്തിയാണ്, ഇത് വെച്ച് ഒന്ന് തന്നാലുണ്ടല്ലോ എന്ന് പറയും. അങ്ങനെ പറഞ്ഞ് ക്ലൈമാക്സ് അവർ എൻ്റെ ഈ തടിയൊക്കെ കണ്ടിട്ട് രസം ചൊറിയണം വെട്ടി ദേഹത്ത് അടിക്കുമ്പോൾ ഞാൻ ഇതെല്ലാം എല്ലാം വയ്ക്കുമല്ലോ. നീ 18 കൊല ഉണ്ട്, 18 വാഴക്കൊലയാണ് സാറേ എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട്. അതുപോലെ തന്നെ ഭരതൻ്റെ ആരവത്തിൽ ഒരു പൊയ്ക്കാൽ കയറി ക്ലൗണായിട്ട്. അത് എങ്ങനെയാണ് പൊയ്ക്കാൽ കയറി? അതങ്ങനെ ഭയങ്കര പൊക്കത്തിൽ. അന്ന് ഈ കമ്പി ട്രിക്ക് പരിപാടികളൊന്നുമില്ല സംഭവം. അങ്ങനെ കമ്പിൽ തിരിഞ്ഞിരുന്നൊക്കെ ഡൂപ്പായിരുന്നു. ഈ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഈ കുറേ ചാൻസ് ചോദിച്ച് നടക്കുന്ന കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം അഭിനയിച്ചത് മോഹിനിയാട്ടമാണ്. അപ്പോൾ ആ ഷോട്ട് കഴിഞ്ഞതിന് ശേഷം എന്നാൽ ശരി എന്ന് പറഞ്ഞ് എന്നെ അങ്ങ് വിട്ടു. എൻ്റെ കയ്യിൽ തിരിച്ച് ഇപ്പോൾ ബസ്സിന് പോലും പൈസ ഇല്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം പ്രൊഫസർ ഡോക്ടർ SK നായർ അടുത്ത് ഞാൻ ആ വീട്ടിൽ വന്നിട്ടുണ്ട്. ശരത്ത് മകൻ മരിച്ചു, അമേരിക്കയിലായിരുന്നു. ആ പുള്ളിയുടെ ഫ്രണ്ടാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ സംസാരിച്ചൊക്കെ ഇരുന്ന് രാത്രി അവിടെ നിന്ന് അവിടെ എല്ലാം കഞ്ഞി കുടിക്കുന്ന സമയമാണ്. ആ കഞ്ഞിയും തന്ന് എനിക്ക് ബസ്സിന് പോകാനായിട്ട്, അന്നത്തെ കാലത്തൊക്കെ വലിയ എമൗണ്ടാണ് 50 പൈസ എന്ന് പറയുന്നത്. പക്ഷേ 1 രൂപ തന്നു. എനിക്ക് 1 രൂപയ്ക്ക് അടുത്ത ദിവസം ഭക്ഷണം കൂടെ നടക്കും അന്നത്തെ കാലത്ത്. ഇതിനൊന്നും പൈസയൊന്നും കിട്ടില്ല. പിന്നെ പിൽക്കാലത്ത് ഞാൻ തമ്പിസാറിന് ചോദിച്ചു, ഇങ്ങനെ തനിക്കൊന്നും പൈസ കിട്ടില്ല. ഞാനില്ല, തനിക്ക് 100 രൂപ കൊടുക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. അത് ആ പ്രൊഡക്ഷൻ മാനേജർ അടിച്ചു മാറ്റി. അങ്ങനെ ആദ്യത്തെ റെമ്യൂണറേഷൻ പ്രൊഡക്ഷൻ മാനേജറും കുടുംബമാണ് എൻജോയ് ചെയ്തത്. എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ തമ്പി സാർ കണ്ടിന്യൂസ് ആയിട്ട് പടങ്ങളിൽ വിളിക്കുമായിരുന്നു. 100 രൂപ, 150 രൂപ, 200 രൂപയൊക്കെയാണ്. സാറിൻ്റെ മാളിക പണി എന്ന് പറഞ്ഞൊരു പടത്തിൽ ഞാൻ ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്തു, പായസം അവസ്ഥയപ്പം എന്നുള്ളത്. അത് അഭിനയിച്ചിട്ട് എനിക്ക് പൈസ ഒന്നും കിട്ടി തമ്പി സാറിനോട് ഞാൻ ചോദിച്ചൊന്നുമില്ല. പക്ഷേ പടം ഇറങ്ങുന്നതിന് കുറച്ച് ദിവസം മുമ്പ് വീട്ടിൽ കോളിംഗ് ബെല്ല് ശബ്ദം കേട്ട് എൻ്റെ അമ്മ ഒന്ന് തുറന്നപ്പോഴത്തേക്ക് തമ്പി സാറ്, സുധീറില്ല ഇവിടെ ഇല്ല, വെളിയിലൂടെ പോയിരിക്കുകയാണ്, ആ പടത്തിൽ അഭിനയിച്ച പൈസയാണ് കൊടുത്തേക്കണം. ഞാൻ ഒന്ന് തുറന്നു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു 4 അക്ക ശമ്പളം, 1000 രൂപ. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആ വർഷങ്ങളിലെ ഏറ്റവും വലിയൊരു ശമ്പളമായിട്ട് കിട്ടിയത്. പിന്നെ രസകരമായിട്ടുള്ള ഈ പറഞ്ഞ AB രാജൻ്റെ ലൈറ്റ് ഹൗസിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ശരീരത്തിൽ. അപ്പോൾ അതിൽ അഭിനയിച്ചിട്ടും പൈസ കിട്ടില്ല. അപ്പോൾ ഞാൻ ഉമ്മാരേജിലാണ് താമസിക്കുന്നത്. ഒരു മുറിയിൽ 2 ബെഡൊക്കെ ഉണ്ട്. 45 അല്ല, ഒരു ബെഡ് തന്നെ 45 രൂപയാണ്. ഞാൻ, കൊച്ചിൻ അനീഫ, ഡയറക്ടർ കമൽ, കിത്തു ഒക്കെ ഉണ്ട് അവർ. അങ്ങനെ ഒരു ദിവസം ആയപ്പോഴത്തേക്കും ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ല. AB രാജ സാറിനെ പോയി കണ്ടാലോ, പൈസ കിട്ടിയാൽ ഒരു നല്ലൊരു അണ്ടർവെയർ വാങ്ങണമെന്നുണ്ട്. എൻ്റെ എല്ലാം കീറി പറഞ്ഞ് ഒരു രക്ഷയില്ല. ഒരു പൊറോട്ടയും ഒരു മുട്ടക്കറി അങ്ങനെ എന്തെങ്കിലും കഴിക്കണമെന്നുണ്ട്. നാണക്കേട് എനിക്ക് പറ്റും, വേറെ വഴിയില്ല. മോട്ടിക്കുന്നതിനേക്കാളും ഭേദമല്ല. ഞാൻ AB സാറിൻ്റെ വീട്ടിലോട്ട് ഞാൻ, സാർ നമസ്കാരം, ഇയാളെവിടെ ആയിരുന്നല്ലോ, എവിടെ ഇത്ര നേരം? പടം നന്നായിട്ട് ഓടി, പടത്തിലുള്ള എല്ലാവരും കാശ് വാങ്ങിച്ചു, ഇയാൾ മാത്രമേ ഉള്ളൂ വാങ്ങിക്കാത്തത്. അതിൻ്റെ കുഴപ്പമെന്ന് പറയാം, ഇയാളുടെ വീട്ടിൽ സൗകര്യമുണ്ട്. സൗകര്യമുള്ള വീട്ടിൽ നിന്ന് വരുന്നതുകൊണ്ടാണ് തനിക്കത് വേണ്ടെന്ന് തോന്നിയത്. പണം എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയാണ് അറിഞ്ഞു. എൻ്റെ പൈസ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ മഴ പെയ്തു. ഒരു 500 രൂപ കിട്ടും. ഇന്ന് മുട്ടക്കറി കട്ട് ചെയ്ത് ഞാൻ മട്ടൻ കറി കഴിക്കും, ഒരു ഓംലെറ്റ് വാങ്ങിക്കും, ടാൻഡെക്സ് അണ്ടർവെയർ വാങ്ങണം എന്നൊക്കെ പറയാം. പുള്ളി ഒരു കവർ തന്ന് ഞാൻ സന്തോഷത്തിന് വെളിയിൽ ചെന്ന് തുറന്ന് നോക്കിയപ്പോൾ 50 രൂപ. ഒന്നുമില്ല, എല്ലാം പൊളിഞ്ഞ്.
രണ്ടുപേരും പോയി, എല്ലാം പോയി. മുട്ടക്കറിയും പൊറോട്ടയിൽ ഒതുക്കി ഞാൻ അങ്ങ് പോയി. അതാണ് എൻ്റെ ആദ്യം കിട്ടുന്ന പൈസ എന്ന് തോന്നുന്നു. കാര്യം അതാണ് സീമന്തപുത്രൻ എന്നുള്ള സിനിമയിൽ അഭിനയിക്കാൻ അതിനുശേഷം സാറിനെ വിളിച്ചു. സീമന്തപുത്രനിൽ പോയി നസീർ സാറിനെ പരിചയപ്പെടുന്ന അവിടെ വെച്ചാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ പടം തോന്നുന്നത്. അതിലോട്ട് വരുന്നത് തന്നെ വേറെ ഭയങ്കര രസമുള്ള സംഭവമാണ്. AS സ്വാമി എന്നുള്ള അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഞങ്ങളുടെ പ്രൊഫസർ NTRനെയും ശിവാജി ഗണേശനെയൊക്കെ വെച്ച് ഡയറക്ടറുള്ള വലിയ ആളാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ലണ്ടനിൽ നിന്നൊക്കെ പാസ്സാണ്. പുള്ളിയായിരുന്നു ഞങ്ങളുടെ അന്നത്തെ പ്രൊഫസർ. പുള്ളി ഒരു ലെറ്റർ തന്നു. എൻ്റെ ക്ലാപ്പും അസിസ്റ്റൻ്റ് ഡയറക്ടർ AB രാജ്, മലയാളത്തിൽ പെരിയ ഡയറക്ടർ പോയി പാര് എന്നോട് ലെറ്റർ എന്ന് ചൊല്ലാൻ പോകുന്നത്. ഞാൻ എഴുത്തുമായിട്ട് പുള്ളിയെ കാണാൻ ചെന്ന്. അപ്പോൾ ഒരു പെറ്റിക്കോട്ടിൻ്റെ പെൺകുട്ടി നിൽക്കുന്നു. നമ്മൾ ABS അല്ലേ, ഞാൻ അകത്ത് കയറി വരാൻ കയറും. അകത്തോട്ട് കയറുമ്പോൾ ഒരു ബെഡ്റൂം ഇതാ കട്ടൻ മാറ്റിയപ്പോൾ ലുങ്കി മാത്രം എടുത്തോണ്ട് ABS സാർ. ആരത്? സാർ ഞാൻ ചാൻസ് വാങ്ങിക്കുമ്പോൾ അങ്ങ് ബെഡ്റൂമിനാണ് ഇറങ്ങിയില്ല പോലെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പതുക്കെ കുഞ്ഞുങ്ങൾക്ക് വിവരമുള്ളത് വെച്ചാൽ ഞാൻ പതുക്കെ വലിയ ഇറങ്ങിയപ്പോൾ ABSൻ്റെ അളിയൻ വരുന്നത് എന്ന് ചോദിച്ചു. ഇത് പറ്റി കണ്ണൊക്കെ ഞാൻ ഇങ്ങനെ ഒരു സംഭവം പറ്റി, ഒരു കത്ത് കൊടുക്കാൻ വേണം. അത് ഒരു വേണ്ട സുധീർ നിൽക്കുന്നുണ്ട്. അകത്ത് പോയി സാറ് കത്ത് വായിച്ചിട്ട് വന്നു. AB രാജ് സാർ എന്ന് MLA AS സ്വാമി എന്ന് പറഞ്ഞാൽ എൻ്റെ ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ 4th or 5th അസിസ്റ്റൻ്റായിരുന്നു. എന്തായാലും ഇയാൾക്കൊരു വേഷമുണ്ട് എൻ്റെ സീമന്തപുത്രൻ എന്നുള്ള പടത്തിൽ. അത് നല്ല സമയത്ത് അയാൾ വന്നത്. ഈ മാസം തുടങ്ങും ചേലത്ത് വെച്ച്. അങ്ങനെയാണ് ഞാൻ സാറിൻ്റെ സീമന്തപുത്രനിൽ വരുന്നത്. ആ പെൺകുട്ടി വലുതായി വലിയ നടിയായി ശരണ്യ. പിൽക്കാലത്ത് സാർ മരിച്ചു. പക്ഷേ അന്നൊക്കെ ഉണ്ടും ഒക്കെ ജീവിച്ചു പോയതിൽ പടങ്ങൾ തന്ന് ഹെൽപ്പ് ചെയ്തതിൽ AB രാജ് സാറുണ്ട്, ശശികുമാർ സാറുണ്ട്. ശശികുമാർ സാറിൻ്റെ എനിക്കൊരു 8-9 പടങ്ങളിലാണ്. ശശികുമാർ സാർ ഭയങ്കര ഇതാണ്. വിളിക്കും, കുഞ്ഞിങ്ങി വന്നാട്ടെ എന്ന് പറയും. ഇതിനകത്തൊന്ന് പശ വയ്ക്കണമല്ലോ. അപ്പോൾ എനിക്ക് പേടി. ബഹദൂർ സാറും ബാസ് അടിക്കുമ്പോൾ സജഷൻ പറയാം. അത് നോക്കണ്ടേ, പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ ചില സജഷൻസ് പറയുമ്പോൾ അത് കൊള്ളാം ബാസ് സാറൊന്നും മിണ്ടില്ല, ഇത് മതി, ഇത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേൾക്കുന്നുണ്ട്. നല്ല മനുഷ്യനായിരുന്നു സംഭവം. പിന്നെ നസീർ സാറ് AB രാജ് എന്നുള്ള പടത്തിൻ്റെ വേറൊരു അനുഭവമുണ്ട്. രാജു റഹി എന്നുള്ള പടത്തിന് 2 മെയിൻ കോമഡിയാണ്. ബാസി സാറും ബഹദൂർ സാറും വരുന്നത്. ബാസി സാറ് വന്നില്ല. അപ്പോൾ ബഹദൂർ സാറും ഞാനുമായി. കുട്ടപ്പൻ ചെല്ലപ്പൻ രണ്ടുപേരും ഒരേ കോസ്റ്റ്യൂം. നസീർ സാറും ഒരു പാട്ട്, അതിനകത്ത് ഒരു പാട്ടിൽ നസീർ സാറിൻ്റെ കാലിനെന്തോ നഖത്തിനെന്തോ തട്ടി അസുഖങ്ങളുണ്ട്. മെയിൻ പാടിയിരിക്കുന്നത് ഞാനും ബഹദൂർ സാറും ഒക്കെ ആയിരുന്നു, ബഹദൂർ കേക്ക് ആയിരുന്നു. അപ്പോൾ ഒരു പട്ടി, അത് അവളൊരു ദേവാലയം AB രാജ് ആ പടത്തിലാണ് സംഭവം. ബഹദൂർ ഞാനും കൂടെ നിൽക്കുന്ന സീനിൽ ഇങ്ങനെ ഒരു പട്ടി നെക്ലേസുമായിട്ട് വരുമ്പോഴത്തേക്കും ബഹദൂർ ഞാനും കൂടെ നടന്നു പോകുമ്പോഴത്തേക്കും ഞാൻ ആ നെക്ലേസ് എടുത്തിട്ടൊരു ഡയലോഗ് പറയും. അങ്ങനെ നടന്നു. ഈ പട്ടി വരാൻ ലേറ്റായി. എനിക്ക് ഇത് ഇല്ലാതെ എടുക്കാൻ പറ്റത്തില്ലല്ലോ, ഡയലോഗ് പറയാൻ പറ്റത്തില്ല. അങ്ങനെ കുറച്ച് പേര് നടന്നിട്ട് നിന്നപ്പോഴത്തേക്ക് പട്ടി വന്നു. അപ്പോഴത്തേക്ക് ഞാൻ നെക്ലേസ് വാങ്ങിച്ചു. ഇനിയാണ് ഡയലോഗ് പറയേണ്ടത്. നെക്ലേസ് വാങ്ങിച്ചത് ബഹദൂർക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാനുണ്ട് നെക്ലേസിൻ്റെ ഡയലോഗ് ഞാൻ പറയാൻ ലേറ്റാന്ന് വെച്ചിട്ട് കട്ട് AB രാജ് പറഞ്ഞപ്പോൾ ഇവിടെ പട്ടിക്കുള്ള കോമൺ സെൻസ് തനിക്കില്ലടോ ബാസ്റ്ററ്റ് എന്ന് വെച്ചു. ഞാൻ ഒന്നും വേണ്ടിയില്ല, മാറിയെന്ന് ഞാൻ പോയിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വിളിക്കുന്നത് ഇങ്ങനെ. മാറിയെന്ന് കരഞ്ഞു. അപ്പോൾ AB രാജ് സാറും ചൂടായി. നിങ്ങളാണ് അത് വിളിക്കേണ്ടത്. ആ കുട്ടി എന്ത് നന്നായിട്ടാണ് ചെയ്തത്. ആ പട്ടി വരണ്ടേ, വന്നാലല്ലേ അദ്ദേഹത്തിന് ഡയലോഗ് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ അതിന് മുമ്പേ കയറി ചീത്ത വിളിച്ചാൽ നിങ്ങളാണ് അവിടുത്തെ ഡയറക്ടർ. സോറി. ബഹദൂർ നോക്കുമ്പോൾ ഞാൻ ദൂരം കരയുന്നു. കണ്ണൊക്കെ സാരമില്ല. ഒന്ന് ഈ സുധീർ എന്നുള്ള പേര് തന്നെ വരണം. അത് ആ പേരുള്ളവരൊന്നും രക്ഷപ്പെട്ടിട്ടില്ല. പേരൊക്കെ വരണം, സാരമില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു. അതിനുശേഷം ഇതൊക്കെ ആയി. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് സൗകര്യമൊക്കെ ആയി. കല്യാണമൊക്കെ കഴിഞ്ഞ് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ വരുമ്പം തിക്കുറിശ് ചേട്ടനുണ്ടായിരുന്നു. അതിന് ഒരു ദിവസം ബർത്ത്ഡേ ഒരു പാർട്ടിയൊക്കെ ഉണ്ട് ട്രിവാൻഡ്രം ക്ലബ്ബിൽ. അപ്പം വൈകുന്നേരം തിക്കുറിശ് ചേട്ടൻ ഞാൻ ഒരു ഗസ്റ്റിനൊക്കെ കൊണ്ടുവരും. നമ്മൾ എത്ര പേരിനെ കൊണ്ടുവരും, അതിനുള്ള ആവശ്യത്തിനുള്ള എല്ലാം കരുതിയിട്ടുണ്ടോ നമ്മൾ. ഞാൻ നോക്കൊണ്ട് ബഹദൂർക്ക് എന്നെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു പുള്ളി. മോനെ നീ നന്നായാലും നീ സംഭവം. മറ്റേ കാര്യമൊന്നും പുള്ളിക്ക് അറിയില്ല, അറിയാമെന്നറിയില്ല, പക്ഷെ പുള്ളി തിരിച്ച് കരഞ്ഞു. അതുപോലെ തന്നെ തമ്പി സാറിൻ്റെ ജയിക്കാനായി ജനിച്ചവൻ എന്നുള്ള സിനിമ ഭയങ്കര കോമ്പിനേഷൻ. നസീർ സാറുണ്ട്, ജയൻ, ഷീല, അടൂർ ബാസി സാറിൻ്റെ ഒരു കൂടെ നടക്കുന്ന ഒരു ഇറത്തായിട്ട് കൂടെ നടക്കുന്ന അതൊരു നല്ല റോളായിരുന്നു ഈ ജയിക്കാനായി ജനിച്ചവൻ എന്നുള്ള സിനിമയിൽ. അന്നത്തെ ബഡ്ജറ്റൊക്കെ ഈ പറഞ്ഞ ഒരു 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ പടം തീരും. നസീർ സാറ് തന്നെ അന്ന് വാങ്ങിക്കുന്നത് 25,000 രൂപയാണ്. 25,000 രൂപ. ഈ AB രാജ് സാറിനെ പോലെ ശശികുമാർ സാറുള്ള വലിയ ഡയറക്ടേഴ്സ് മേടിക്കുന്ന 7,000 രൂപയായിരുന്നു. അപ്പോൾ എൻ്റെ 100 രൂപ എന്ന് വെച്ചാൽ പവൻ. എങ്ങനെയാണ് ഈ അടയാറിലേക്ക് പോകാൻ തോന്നിയത് അന്നത്തെ കാലത്ത്? അത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മോഡൽ സ്കൂളിൽ 3 കൊല്ലം അടുപ്പിച്ച് ബെസ്റ്റ് ആക്ടറായിരുന്നു.
അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രീ ഡിഗ്രി കയറുന്നു. അപ്പം പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻ്റർവ്യൂവിന് കാർഡ് വന്നു. അങ്ങനെ വീട്ടുകാർ സഹായിച്ച് ട്രെയിനിൽ പോയി. ആദ്യം ചെന്ന് ചെന്നൈ ഇറങ്ങിയ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഇൻ്റർവ്യൂ വന്നപ്പോൾ ഇൻ്റർവ്യൂവിന് വന്ന ആൾക്കാരെ കണ്ടപ്പോൾ തന്നെ ഞാൻ തളം പോയി. കാര്യം ബോംബെയിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നും നോർത്തിൽ നിന്നും ഹൈദരാബാദിൽ നിന്നൊക്കെ ഒന്ന് സൂട്ടൊക്കെ ഇട്ട് 6 അടി പൊക്കവും ആപ്പിളിൻ്റെ നിറമുള്ള പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഇങ്ങനെ നടക്കുകയാണ് സംഭവം. ഇതിനിടയ്ക്ക് ഒരു കണ്ട ദാരിദ്ര്യമാണെന്ന് അറിയുന്ന പറയാതെ അറിയുന്ന ഒരു മെലിഞ്ഞൊരുത്ത് ഞാൻ. എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് തന്നെ പേടിയായിരുന്നു. പക്ഷേ ഒരു സ്ക്രിപ്റ്റൊക്കെ തന്ന് ഞാൻ അവിടെ പേടിച്ച് വരേണ്ട നെർവസായി കുളമായി പോകുന്നു. അപ്പോൾ ഞാൻ പ്രിൻസിപ്പളിനെ പോയി കണ്ടു. അതിനുവേണ്ടി ആ പ്രിൻസിപ്പളിനെ കാണാനായിട്ട് റെക്കമെൻഡേഷൻ ലെറ്റർ തന്നത് സൂര്യ കൃഷ്ണമൂർത്തിയുടെ അമ്മയുടെ ഒരു ഡിസ്റ്റൻറ്റ് റിലേഷനാണ് ആ പ്രിൻസിപ്പൾ. അപ്പോൾ എൻ്റെ അമ്മയുടെ പേരും സരസ്വതി എന്നാണ്, കൃഷ്ണമൂർത്തിയുടെ അമ്മയുടെ പേരും സരസ്വതി എന്നാണ്. അതുകൊണ്ടാണ് എൻ്റെ ആദ്യത്തെ പടത്തിന് ബാനർ സരസ്വതി ചൈതന്യം ഇട്ടത്. ചൈതന്യം എന്നുള്ളത് കൃഷ്ണമൂർത്തിയുടെ വീടിൻ്റെ പേരാണ്, അമ്മയുടെ പേര് സരസ്വതി, എൻ്റെ അമ്മയുടെ പേര് സരസ്വതി. ആ ലെറ്ററാണ് അവിടെ കൊണ്ടുവന്ന് പുള്ളി പറഞ്ഞു ഇവിടെ അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇൻ്റർവ്യൂ അടുത്ത മാസം 15 തീയതി. അതിലാണെങ്കിൽ പിന്നെ എനിക്ക് എന്തെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റും. പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ അല്ല നോർത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ, നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത തന്നെ ഇൻ്റർവ്യൂ അവിടെ ചെന്ന് കെ ബാലചന്ദ്രൻ എം എൻ രാജാവാണ് എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ നോക്കി. 10-30 സർട്ടിഫിക്കറ്റ് ഉണ്ട്, മോണോ ആക്ടിങ്, മിമിക്രി, ഫാൻസി ഡ്രസ്സ്. നമുക്ക് ഈ സ്ക്രിപ്റ്റ് ചെയ്യേണ്ട, ഏതെങ്കിലും ഒരു മോണോ ആക്ട് അവിടെ ചെയ്തൊന്ന് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അന്ന് ചെയ്ത് എക്സിബിഷനിൽ ബാലേന്ദ്രൻ ഫസ്റ്റ് പ്രൈസ്, എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയൊരു മോണോ ആക്ട് ഉണ്ട്. ഒരു ബസ് സ്റ്റാൻഡ്, അതിൻ്റെ പശ്ചാത്തലത്തിൽ കണ്ടക്ടർ, ഡ്രൈവർ, അതിനകത്ത് വരുന്ന കുറേ ക്യാരക്ടേഴ്സ്, തൻ്റെ ബാഗ് കളഞ്ഞു പോകണത് അതിൻ്റെ അന്വേഷിക്കുന്നതൊക്കെയാണ്. അവസാനം ഞാൻ പറയും അവിടെ എല്ലാം തപ്പിയിട്ട് ബാഗ് കിട്ടും. അവസാനം ഞാൻ പറയും സാറിന് ഇരിക്കുന്നതാണ് എൻ്റെ ബാഗ്, കണ്ടക്ടർ ഇരിക്കുന്നത്. കണ്ടക്ടർ ഇത് തൻ്റെ ബാഗ്, അപ്പോൾ എൻ്റെ ബാഗ് ഡ്രൈവർ നോക്കിയിട്ടാണ് അത് നമ്മൾ തമ്പാനൂർ ഷാപ്പ് വെച്ച് പറഞ്ഞു വണ്ടി റിവേഴ്സ് എടുത്ത് പറയുന്നുണ്ടാണ് ഇരുന്നത്. ഇവർ ഭയങ്കര ചിരിയായിരുന്നു. കരുത് അപ്പോഴും എന്നെ പറഞ്ഞു മാർക്കൊന്നും ഇടാതെ തന്നെ യു ആർ സെലക്ടഡ് ദ സ്ക്രീൻ ടെസ്റ്റ് ആയിട്ട് എല്ലാവർക്കും. പിറ്റേന്ന് സ്ക്രീൻ ടെസ്റ്റ് ക്യാമറയുടെ മുമ്പ് ഇരുന്ന് ഇങ്ങനെ ചിരിക്കുക, അങ്ങനെ ഇരിക്കും, നടന്നു പോവുക, എൻ്റെ ഡയലോഗ് പറയാൻ. ഞാൻ സാറിനെ പോയി കണ്ട്, ശിവരാമകൃഷ്ണ സാറിന് പ്രിൻസിപ്പൽ. സാർ അല്ല, ഈ സിനിമ ഈസ് എൻ്റർലി ഡിഫറെൻറ്റ് ഫ്രം ഡ്രാമ. 30 times larger and screen big and minute എക്സ്പ്രഷൻ എന്ന് പുള്ളി ഒരു ക്ലാസ് കൊടുത്ത് എന്ന് വെച്ചാൽ കിട്ടില്ല എന്നുള്ള കാര്യം എൻ്റെ രൂപം വെച്ച് പറഞ്ഞാണ്. ഞാൻ വിഷാദ ഇതിനായിട്ട് അങ്ങ് വീട്ടിൽ പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും കാർഡിൽ വരെയാണ് യു ആർ സെലക്റ്റഡ്. ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോഴേ സ്വപ്നം കണ്ടു തുടങ്ങി സിനിമാടനായി, എൻ്റെ പോസ്റ്റർ തമ്പാനൂർ കൊട്ടിക്കുന്ന കാലത്ത്. അങ്ങനെ എല്ലാം കൂടെ ഉള്ളിൽ പറക്കിയൊക്കെ ബുദ്ധിമുട്ടിയാണ് എന്നെ പറക്കി അയക്കുന്നത്. 2 കൊല്ലം അവർ എന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ചത്. വീട്ടിൽ സന്തോഷമായിരുന്നു അന്നൊക്കെ അയക്കുന്നത്? വീട്ടുകാരൊക്കെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അവൻ ഇതേ അറിയാം, കാര്യം ഞാൻ ഇതിനു വേണ്ടി ഇങ്ങനെ മെനക്കെട്ട് നടക്കുകയല്ലേ. എൻ്റെ ക്ലാസ്സിൽ 40 പേരുണ്ട്, ഒരാളാണ് ഫെയിൽ SSLCക്ക്. ബാക്കി 38 പേരും ഫസ്റ്റ് ക്ലാസ്സാണ്. ഞാൻ മാത്രമാണ് ജസ്റ്റ് പാസ്. ഞാൻ ഈ നാടകം ആദ്യം എന്നൊക്കെ പറഞ്ഞൊക്കെ നടക്കും. 9 മണിക്ക് മുമ്പ് വീട്ടിൽ കയറും. ഇപ്പോഴത്തെ പോലെയാണ് അന്നും. ഈ ഞങ്ങളുടെ കഴിഞ്ഞ എപ്പിസോഡിലെ അതിഥി എന്ന് പറയുന്നത് തിരനോട്ടം സിനിമയുടെ സംവിധായകൻ, മോഹൻലാലിൻ്റെ ആദ്യത്തെ പടത്തിൻ്റെ സംവിധായകൻ ശ്രീ അശോക് കുമാർ ആയിരുന്നു ഞങ്ങളുടെ. പക്ഷേ അതിനു മുമ്പ് മോഹൻലാലിൻ്റെ ഒരു നാടകം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ? അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ 10th പാസ്സായി ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു ദിവസം 7 കുട്ടികൾ വരെയാണ്. ഞാൻ പലതിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു നാടകം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഒരു പയ്യൻ സ്മാർട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ പേരലാലിൻ്റെ അനിയനും കൂടെയാണ്. എന്താ ഞാൻ ചോദിച്ചാൽ എന്താ പേര്? മോഹൻലാൽ. ഞാൻ 2 ദിവസം കഴിഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ അന്ന് ആ ഇടയ്ക്ക് ജനയുഗത്തിൽ പ്രസിദ്ധീകരിച്ച വേളൂർ കൃഷ്ണൻകുട്ടി സാറിൻ്റെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന നാടകമാണ്. എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് റിഹേഴ്സൽ. ഞാൻ എല്ലാവരും മേക്കപ്പ് ചെയ്ത് റെഡിയാക്കി ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്ത്. അന്ന് മോഹൻലാൽ 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. നാടകത്തിൻ്റെ റിസൾട്ട് വന്നപ്പോൾ മോഹൻലാൽ ചെയ്ത് 90 വയസ്സായ ഒരു വയസ്സിൻ്റെ വേഷമാണ്. ആ നാടകത്തിൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും ബെസ്റ്റ് ഡ്രാമ, ബെസ്റ്റ് ആക്ടർ മോഹൻലാൽ. ഞാൻ അവിടെ ഓടിക്കളഞ്ഞു മോഡൽ സ്കൂളിൽ. കാര്യം സീനിയേഴ്സിനാണിത്, 10ാം ക്ലാസ് കഴിഞ്ഞ് പോയില്ലേ, അവർക്കാണ് എപ്പോഴും ഒരു പ്രിഫറൻസ് ഉള്ളത്. ഇത് 6ാം ക്ലാസ് വരെ കൊണ്ടുപോയി ബാക്കിയുള്ളവർ നാണപ്പെടും, ആരാ ഇവിടെ പഠിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓടിക്കളഞ്ഞ സംഭവം. അങ്ങനെയാണ് മോഹൻലാലിൻ്റെ. അപ്പോൾ മോഹൻലാൽ പറയും പിൽക്കാലത്ത് ഇപ്പോഴും പറയും അന്ന് ഐശ്വര്യമായിട്ട് എന്നെ മേക്കപ്പ് ഇട്ടതുകൊണ്ട് ഡയറക്റ്റ് ചെയ്തതാണ്. അതിൻ്റെ ഐശ്വര്യമാണിത്, നമ്മളെ ഒരിക്കലും അല്ല. ആ നാടകത്തിൽ 8 പേരെ അഭിനയിച്ചല്ലോ. മോഹൻലാൽ മാത്രമല്ല ഇങ്ങനെ ആയത്, ബാക്കിയുള്ളത് എൻ്റെ കൈപ്പുണ്യം കൊണ്ട് എന്തുകൊണ്ട് വന്നില്ല. ഇത് മോഹൻലാലിൻ്റെ ഒരു നിയോഗമാണ്, ഈ ജന്മത്തെ ഒരു അവതാരമാണ് മോഹൻലാൽ ഞാൻ പറയാറുണ്ട്. പണ്ടൊക്കെ ട്രിവാൻഡ്രത്ത് ഏത് ഷൂട്ടിംഗ് വന്നാലും കാണാൻ പോകുന്നൊരു പരിപാടിയുണ്ടല്ലേ, ലവ് ഇൻ കേരള, ഏണിപ്പടികൾ, അങ്ങനെ കുറേ സിനിമകളുടെ സ്വയംവരം. ഈ ഷൂട്ടിംഗ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കാണുന്ന പടം എൻ്റെ ഒരു റിലേറ്റീവ് കൂടെയാണ്. വിദ്യാനികേതൻ ട്യൂട്ടർ നടന്ന ദാസ് സാർ വലിയ ഫ്രണ്ടാണ് അത് സാറിൻ്റെയൊക്കെ. അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഒരു സിനിമ അവിടെ ഷൂട്ടിംഗ് നടക്കുന്നു. അപ്പോൾ അവിടെ ഞാൻ ട്യൂഷൻ നടക്കും. ഞാൻ ചെല്ലുമ്പോൾ ശിവഗിരി തീർത്ഥാടനം, എല്ലാവരും മഞ്ഞ ഡ്രസ്സ്, മഞ്ഞ ജുബയുമുണ്ട്. കരമന ജനാർദ്ദനായിരുന്നു അദ്ദേഹം, നാടകങ്ങളായി ഞാൻ കാണാറുണ്ട് വിജയത്തിലുള്ള. അദ്ദേഹവും മഞ്ഞ, മധുസാറ് മഞ്ഞ, എല്ലാവരും മഞ്ഞ, തിക്കുറിശ് ചേട്ടൻ മഞ്ഞ ജുബയും മഞ്ഞയുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ വല്ല സീനായിരിക്കും.
അപ്പോൾ ഞാൻ ഇങ്ങനെ അവിടെ ഇങ്ങനെ കറങ്ങി നിന്നിട്ട് പതുക്കെ ദാസുവാൻ്റെ ആളൊക്കെ ഞാൻ ആദ്യമായിട്ടൊന്ന് തൊടുന്നതും നമസ്കാരം പറയുന്ന മധുസാറിൻ്റെ അടുത്ത്. നമസ്കാരം സാർ എന്ന് തട്ടി ഓട്ടോഗ്രാഫ് എഴുതാണ്. സ്നേഹപൂർവ്വം മധു എഴുത്തം കൃഷിയേട്ടൻ്റെ തൊടുത്തു. നല്ല കയ്യേശ്വരമാണ്. എന്നേക്കാൾ വലുതായി ലോകത്തൊന്നേ ഉള്ളൂ, അതിൻ്റെ പേരാണ് ദൈവം. പുള്ളി ഒപ്പിട്ടെന്ന് കാണിച്ചു. അപ്പോൾ ഞാൻ പോകാൻ നേരത്ത് അവിടെ വന്ന് ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ എല്ലാവരും മഞ്ഞ? മകളുടെ ഒരു സാറില്ലേ ക്യാമറ. അപ്പോൾ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്. അപ്പോൾ വെള്ളയാണെങ്കിൽ ലെൻസിൽ ഭയങ്കര ക്ലിയർ ആയിരുന്നു. അതുകൊണ്ട് എല്ലാ സിനിമയിൽ എല്ലാവരും വെള്ളയ്ക്ക് വരെ മഞ്ഞയാണ് എടുത്തത്. അത് അവിടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ. പിന്നെ എൻ്റെ വീട് തെക്കാട്, അതിൻ്റെ ഓപ്പോസിറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസ്, അവിടെ ഷൂട്ടിംഗ് നടക്കുന്നു ഏണിപ്പടികൾ എന്നുള്ള പടത്തിൻ്റെ. അപ്പോൾ ഞാൻ വെളിയിൽ വരുമ്പോഴത്തേക്കുണ്ട് അവിടെ ഇങ്ങനെ എങ്ങനെയെങ്കിലും കയറി പറ്റണമല്ലോ. അപ്പോൾ അവിടെ ഇങ്ങനെ കറങ്ങി നടന്നപ്പം ഒരു വെളുത്ത് കൊല്ലുന്നതിനുള്ള പയ്യൻ നിന്ന് ട്രോളി വരികയും ഞാൻ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മ അതിലുള്ളതാണ് അതാണ് എൻ്റെ വീട്. എന്താണ് എനിക്ക് സിനിമയിലൊക്കെ വലിയ താല്പര്യമുണ്ട്, അപ്പോൾ ഞാൻ ഇത് കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റാണ്. എന്താണ് പേരെന്ന് ചോദിച്ചു. എൻ്റെ പേര് കുമാർ, അതാണ് എസ് കുമാർ. ക്യാമറമാൻ അന്ന് അങ്ങനെയായിരുന്നു. അവിടുന്ന് പരിചയപ്പെട്ടു. പിന്നെ അതിനു മുമ്പ് ഒരു ദിവസമാണ് തൈക്കാട് ഗസ്റ്റ് ഹൗസ്, ഈ റെസിഡൻസി കോമ്പൗണ്ടിനകത്ത് ഉള്ള ഗസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ, ഇപ്പം പോലീസ് ട്രെയിനിങ് കളേൻ്റെ ഇപ്പുറത്ത്, അതൊക്കെ അന്ന് അതൊക്കെ ഒന്നിച്ചായിരുന്നു. അവിടെ അന്ന് അതൊക്കെ ഉള്ളൂ, അമൃത ഹോട്ടൽ പോലും ഇല്ല, വന്നിട്ടില്ല. അവിടെ നസീർ സാറ്, ബാസി സാറ്, KP ഉമ്മറൊക്കെ താമസിക്കുന്നു. അങ്ങനെ ഞാൻ അവിടെ ഞാനും 3-4 പിള്ളേരുമായിട്ട് അവിടെ ചെന്നു. അതുകൊണ്ട് ഇങ്ങനെ ബാസി സാർ ഇങ്ങനെ നടക്കുന്നുണ്ട്, ഇങ്ങനെ കവച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ KP ഉമ്മറുണ്ട്, നീല ബനിയനൊക്കെ ഇട്ട് ചുമന്നിരിക്കുന്നുണ്ട്. എൻ്റെ ദോശ എന്തി മണി എത്രയായി എന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങോട്ട് നടന്നു. ഒരു ഫോണേ ഉള്ളൂ എല്ലാവരും കൂടെ കോമൺ ആയിട്ട് വെളിയിൽ ഗവൺമെൻറ് വിശ്വാസം. കുറച്ച് കഴിയുമ്പോൾ നസീർ സാർ വരുന്നുണ്ട്. ഈ വീട്ടിലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നില്ല, ഹാഫ് ബനിയനും ഒരു മുണ്ടും പടത്ത് കെട്ടി. ഞങ്ങളെ കണ്ടപ്പോൾ ഇങ്ങോട്ട് ഒരു ചിരിയൊക്കെ ചിരിച്ചു പുള്ളി. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് തൊഴുതു. പുള്ളി ഫോൺ ചെയ്ത് തിരിച്ചു പോകുമ്പോൾ മറന്നു പോയതുപോലെ തിരിഞ്ഞു പോയി ഞങ്ങളെ നോക്കിയിട്ട് അങ്ങ് പോയി. അപ്പോൾ നമുക്ക് ഭയങ്കര മഹാൻ തന്നെ. ഞാൻ നസീർ സാറിൻ്റെ അത് പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്, സാറ് എത്ര പേരെ കണ്ടെങ്കിലും ഓർമ്മയില്ല. ഇങ്ങനെയാണ് നസീർ സാറിനെ കാണുന്നത്. തൊട്ടത് ആദ്യമായിട്ട് മധു സാറിനെയാണ്. അത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. പിന്നെ പുള്ളി അവസാന കാലത്ത് വെള്ളാനുള്ള നാടെന്നുള്ള സിനിമ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ വന്ന് കണ്ടു. അതാണ് പുള്ളി അവസാനമായിട്ട് തിയേറ്ററിൽ നിന്ന് കണ്ട സിനിമയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പുള്ളി ഒന്ന് കണ്ടില്ല, നന്നായിരിക്കുന്നു, നമുക്കും ഒരു പടം ചെയ്യണം, നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം. പിന്നെ ലാസ്റ്റ് അമ്പാടിയില്ലേ, അതാണ് ആദ്യം അഭിനയിച്ചത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഡബ് ചെയ്യാൻ ചെല്ലുമ്പം അന്ന് നസീർ സാറിന് വേണ്ടിയിട്ട് വോയിസ് കൊടുക്കുന്ന ഷമ്മി തിലകനാണ്. ഞാനാണ് ആറേക്കാട്ട് അമ്പാടി തമ്പാടിന്നൊക്കെ പറഞ്ഞ് ഇയാൾ നിന്ന് ഡബ് ചെയ്യുന്നു. ഷമ്മി കറക്റ്റ് വോയിസ് ആയിരുന്നു, അറിയത്തില്ല. അമ്പാടിക്ക് അവിടെ താമസിക്കുമ്പോൾ എന്തോന്നോ ഒരു പ്രേതത്തിൻ്റെ ഒരു കഥയൊക്കെ ഇല്ലേ? അല്ല, അമ്പാടിയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പാലക്കാട് ഷൂട്ട് ചെയ്യുന്നു. പാലക്കാട് മറ്റേ മലമ്പുഴ ഡാമിനടുത്തുള്ളൊരു ഗസ്റ്റ് ഹൗസിനാണ് താമസം. ഒരു റൂമിൽ ഞാനും പ്രിയദർശനുമാണ് സംഭവങ്ങൾ അങ്ങനെയൊക്കെ താമസിക്കുന്ന സമയം. വേറെ ഹോട്ടലൊന്നുമില്ല. അപ്പം അവിടെ ഒരാളൊരു കഥ പറഞ്ഞു. അവിടുത്തെ ഒരു വലിയ വ്യവസായി, പേര് പറയുന്നില്ല, വ്യവസായി ആ മുറിയിൽ താമസിച്ചു. എന്നിട്ട് പുള്ളി അവിടുത്തെ ടോയ്ലറ്റിൽ ക്ലോസറ്റ് ഇരുന്നിട്ട് തോക്ക് വെച്ച് വെടിവെച്ച് മരിച്ചു, ആത്മഹത്യ ചെയ്തു. അങ്ങനെ കേട്ടുപോയി. എനിക്കിതൊക്കെ പേടിയാണ്, ഞാൻ ഇതങ്ങ് കേട്ടുവിട്ടു. അങ്ങനെ ഒരു ദിവസം ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ നേരത്തെ വന്നു. അന്ന് അവർക്ക് എന്തോ 1 മണിയായിരുന്നു ഷൂട്ടിംഗ് ഉണ്ട്. ഞാൻ ഒരു 10 മണിയായപ്പോൾ എന്തോ ഒന്ന് വാഷ്റൂമിൽ പോയി. അവിടെ ഇരുന്നപ്പം എനിക്ക് മറ്റേ അങ്ങനെ ഓർമ്മ വരുന്നു, തോക്കുമായിട്ട് വരുന്നതും അങ്ങനെ പ്രസൻസ് അവിടെ ഫീൽ ചെയ്യുന്നത്. ഞാൻ ഇറങ്ങി ഓടിക്കളഞ്ഞു. പിന്നെ അങ്ങ് താഴെ ആളുടെ അടുത്ത് പോയിരുന്നു. അവിടെ വേറെ തമിഴ് ഫാമിലി ഒന്നും ഒരിക്കൽ അടുത്ത ഏതോ ഒരു മുറിയിൽ നേരത്തെ ബുക്ക് ചെയ്യണം, ശബരിമലയ്ക്ക് പോകാനോ അല്ല എന്തോ തീർത്ഥാടകരാണോ അതോ ടൂറിസ്റ്റുകൾ എന്തോ. അതുകൊണ്ട് കുഞ്ചന് റൂമില്ല. അങ്ങനെ കുഞ്ചനെ നമ്മുടെ റൂമിൽ കൊണ്ടുവന്നിട്ട് മേക്കപ്പ് ചെയ്ത് ഒരു വെളിച്ചപ്പാടിൻ്റെ കൂടെ ആക്കി അവിടെ അമ്പാടിക്ക് വെച്ചിരുന്ന ഒരു വാളൊക്കെ കൊടുത്തിട്ട് അഴിച്ചു വിട്ടു കൊടുത്തു. കുഞ്ചൻ ആ കോറിഡോറിൽ കിടന്നിട്ട് ചങ്കലൊക്കെ ഇട്ട് അടിച്ച് പേയ് പിടിച്ചാച്ച് യാരെ ബ്ലഡ് എടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തമിഴ് ഫാമിലി മുഴുവൻ രാത്രി വെക്കേറ്റ് ചെയ്ത് പോയി. അങ്ങനെ കുഞ്ചൻ കാരണം എല്ലാവർക്കും റൂം കിട്ടിയൊരു സംഭവം ഉണ്ടാകുന്നു, കുഞ്ചൻ്റെ ഒരു പെർഫോമൻസ്. അപ്പോൾ അന്ന് നാട്ടിൽ നിന്ന് ഫോൺ വരും ഗസ്റ്റ് ഹൗസിൽ താഴെ. കുഞ്ചൻ്റെ വൈഫ് വിളിക്കുന്നു, അങ്ങനെ കുഞ്ചാൻ ചേട്ടനെ വിളിക്കാൻ വൈഫാണ്. അയ്യോ വലിയ കുഴപ്പം തന്നെ, ശരീരത്തിൽ പ്രേതം കയറി വാളുമായിട്ട് ആൾക്കാരെ വെട്ടാൻ ഓടിക്കൊണ്ടിടാക്കുന്നത്. അവരവിടെ കിടന്ന് നിലവിളി ശോഭ. പിന്നെ എന്നെ പേടിപ്പിച്ച സമയത്ത് ഞാൻ ഈ ഒറ്റപ്പാലം ഗസ്റ്റ് ഹൗസ്, എനിക്ക് ഈ ഗസ്റ്റ് ഹൗസുകൾ ആലുവ പാലസിലൊക്കെ താമസിക്കുന്ന പേടിയാണ്. അക്കരെ ഒന്നൊരു മരുന്ന് അവിടെ തന്നെ ഷൂട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ കൂടെ നെടുമുടി വേണുമുണ്ട്. അന്ന് രാത്രിയായപ്പോൾ നെടുമുടി വേണു അന്നത്തെ ദിവസം ഡബ്ബിങ്ങിനും ഇല്ല, ഞാൻ മുറി കിടക്കുന്നുണ്ട്.
അപ്പം വെളിയിൽ ജനൽ തുറന്നിട്ടിങ്ങനെ AC റൂമൊന്നും അല്ലല്ലോ ആ ഗസ്റ്റ് ഹൗസ്. അപ്പോൾ വെളിയിലത്തെ ലൈറ്റ് ഉണ്ട്. ഞാൻ ഇങ്ങനെ രാത്രി കിടന്നപ്പോഴത്തേക്കൊണ്ട് ഇങ്ങനെ ജനലിൻ്റെ അടുത്ത് സൗണ്ട് നോക്കിയതുകൊണ്ട് ഞാൻ കൈയും കാലം വെള്ള സാരി ഇത്രയും കാണാം, മുടി അഴിച്ചിട്ട് രൂപ ഇങ്ങനെ തിരിഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് റൂമിൽ ഒന്ന് തട്ടുന്നു. എനിക്കങ്ങ് പേടിച്ച് കൈ വരുമ്പോഴത്തേക്കും പതുക്കെ തുറന്ന് നോക്കിയപ്പോൾ അവിടെ നിന്ന് രാഴ്ചേട്ടാ, ഞാൻ പ്രേതം രാഴ്ചേട്ടാന്ന് വിളിക്കും. ഞാൻ പതുക്കെ തുറന്ന് നോക്കിയപ്പോൾ യഷിയുടെ മേക്കപ്പ് ഇട്ട് വന്നിരിക്കുന്നത് മേനക, പ്രോംപ്റ്റ് ചെയ്യാനായിട്ട് ബാഗ് ചെയ്യുന്നത്. അന്ന് കല്യാണം കഴിഞ്ഞില്ല, സുരേഷ് കുമാർ.